നമ്മൾ ഉപയോഗിക്കുന്ന ബൾബുകളോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളോ രാത്രിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഓൺ ആവുകയോ ഓഫ് ആവുകയോ ചെയ്യുന്നതിനുള്ള ഒരു ഓട്ടോമാറ്റിക് ഡേ നൈറ്റ് സെൻസർ സർക്യൂട്ടും അതിന്റെ പ്രവർത്തനവും മനസ്സിലാക്കാം. ഈ സർക്യൂട്ടിൽ ഉപകരണങ്ങളെ ആവശ്യാനുസരണം ഓൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്വിച്ചിംഗ് സെക്ഷനും ഈ സെക്ഷൻ പ്രവർത്തിക്കുന്നതിനാവശ്യമായ 12 വോൾട്ടിന്റെ ഒരു പവർ സപ്ലൈ സെക്ഷനും ഉൾപ്പെടുന്നു. ഈ രണ്ട് സെക്ഷനുകളും നമുക്ക് പ്രത്യേകമായി പരിചയപ്പെടാം. സ്വിച്ചിംഗ് സെക്ഷനിൽ ലോഡ് അഥവാ ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു 12 വോൾട്ടിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരം റിലേകളുടെ ഒരു ഭാഗത്ത് 3 പിന്നുകളും മറുഭാഗത്ത് 2 പിന്നുകളും ഉണ്ടായിരിക്കും. 3 പിന്നുകളുള്ള ഭാഗത്തെ 2 സൈഡിലായി കാണുന്ന പിന്നുകൾ കോയിൽ കണക്ഷനുകളാണ്. അതിന്റെ നടുവിലായി കാണുന്ന പിന്ന് കോമൺ പിന്നാണ്. മറുഭാഗത്ത് കാണുന്ന പിന്നുകൾ ഒന്ന് നോർമലി ക്ലോസ്ഡ് പിന്നും അടുത്തത് നോർമലി ഓപ്പൺ പിന്നുമാണ്. റിലേയുടെ സാധാരണ അവസ്ഥയിൽ കോമൺ പിന്നും നോർമലി ക്ലോസ്ഡ് പിന്നും തമ്മിൽ കോണ്ടാക്റ്റിലായിരിക്കും. എന്നാൽ കോയിലിലേക്ക് 12 വോൾട്ട് DC നൽകുമ്പോൾ ഇവിടെ നിന്നും കണക്ഷൻ മാറി കോമൺ പിന്നും നോർമലി ഓപ്പൺ പിന്നും തമ്മിൽ കോണ്ടാക്റ്റിലാവുന്നു. റിലേ കോയിലിലേക്ക് 12 വോൾട്ട് DC നൽകിയതിനു ശേഷം ഓഫ് ചെയ്യുമ്പോൾ കോയിലുണ്ടാകുന്ന ഒരു ബാക്ക് EMFനെ ഒഴിവാക്കുന്നതിന് വേണ്ടി കോയിലിന് പാരലായി ഒരു ഡയോഡ് കണക്ട് ചെയ്തിരിക്കും. ഈ സർക്യൂട്ടിൽ 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ബൾബാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ബൾബിലേക്കുള്ള ന്യൂട്രൽ ലൈൻ നേരിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബൾബിൽ നിന്നും വരുന്ന രണ്ടാമത്തെ വയർ നോർമലി ഓപ്പൺ പിന്നിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. റിലേയുടെ കോമൺ പിന്നിലേക്ക് ഫേസ് ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. റിലേ കോയിലിലേക്ക് 12 വോൾട്ട് DC ലഭിക്കുമ്പോൾ മാത്രമേ കോമൺ പിന്നും നോർമലി ഓപ്പൺ പിന്നും തമ്മിൽ കോണ്ടാക്റ്റിലായി ഈ ബൾബ് പ്രകാശിക്കുകയുള്ളൂ. ഈ സർക്യൂട്ടിൽ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് റിലേയെ ഓൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഒരു BC 547 ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്തരം ട്രാൻസിസ്റ്ററുകളുടെ നമ്പർ വായിക്കാവുന്ന വിധത്തിൽ പിടിക്കുമ്പോൾ ഒന്നാമത്തെ പിന്ന് കളക്ടർ, രണ്ടാമത്തെ പിന്ന് ബേസ്, മൂന്നാമത്തെ പിന്ന് എമിറ്റർ എന്നിങ്ങനെയാണ്. സാധാരണ അവസ്ഥയിൽ ഈ ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററും കളക്ടറും തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ബേസിലേക്ക് വളരെ ചെറിയൊരു പോസിറ്റീവ് ചാർജ് നൽകുമ്പോൾ ഇതിന്റെ എമിറ്ററും കളക്ടറും തമ്മിൽ കോണ്ടാക്റ്റിലാവുന്നു. ഇവിടെ റിലേയിലേക്കുള്ള 12 വോൾട്ട് പോസിറ്റീവ് ലൈൻ നേരിട്ട് കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാൽ കോയിലിന്റെ രണ്ടാമത്തെ എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലേക്കാണ്. ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററിലേക്കാണ് നെഗറ്റീവ് ലൈൻ കണക്ട് ചെയ്തിട്ടുള്ളത്. ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് പോസിറ്റീവ് സപ്ലൈ ലഭിക്കുന്നത് ഒരു 220K പ്രീസെറ്റ് വഴിയാണ്. ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് പോസിറ്റീവ് ലൈനിൽ നിന്നും ഒരു 220K പ്രീസെറ്റും നെഗറ്റീവ് ലൈനിൽ നിന്ന് ഒരു LDRും കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നു. പ്രീസെറ്റും LDRും ചേർന്ന് ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടായി പ്രവർത്തിക്കുന്നു. അതായത് പ്രീസെറ്റിന് വളരെ കുറഞ്ഞ വാല്യൂ ആണെങ്കിൽ ഇവിടെ കൂടിയ പോസിറ്റീവ് ചാർജ് എത്തുന്നു. എന്നാൽ LDRനാണ് വളരെ കുറഞ്ഞ വാല്യൂ എങ്കിൽ ഇവിടെ വളരെ കൂടിയ നെഗറ്റീവ് ചാർജാണ് എത്തുക. ബേസിൽ പോസിറ്റീവ് ചാർജ് ലഭിക്കുമ്പോൾ മാത്രമേ ട്രാൻസിസ്റ്റർ ഓണായി എമിറ്ററും കളക്ടറും തമ്മിൽ കോണ്ടാക്റ്റിലാവുകയുള്ളൂ. ഇങ്ങനെ റിലേയിലേക്ക് നെഗറ്റീവ് ചാർജ് എത്തുകയും റിലേ ഓൺ ആവുകയും ചെയ്യുന്നു. പകൽ സമയങ്ങളിൽ LDRൽ പ്രകാശം പതിക്കുന്നതിനാൽ LDR വളരെ കുറഞ്ഞ വാല്യൂള്ള റെസിസ്റ്ററായി മാറുന്നു. അതുകൊണ്ട് തന്നെ ബേസിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതലുണ്ടാവുക. എന്നാൽ രാത്രിയാവുമ്പോൾ LDRൽ പ്രകാശം പതിക്കാത്തതിനാൽ ഇത് വളരെ കൂടിയ വാല്യൂവിലേക്ക് മാറുന്നു. തൽഫലമായി പ്രീസെറ്റ് വഴി വരുന്ന പോസിറ്റീവ് ചാർജ് ആക്റ്റീവ് ആവുകയും ട്രാൻസിസ്റ്റർ ഓണായി റിലേയും അങ്ങനെ ലോഡും ഓൺ ആവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ സർക്യൂട്ട് പ്രവർത്തിക്കുന്നത്. ഒരു 12 വോൾട്ട് DC സപ്ലൈ ഉപയോഗിച്ച് ഈ സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. എന്നാൽ വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഒരു കപ്പാസിറ്റീവ് ഡ്രോപ്ലർ പവർ സപ്ലൈ ആണ് നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് കൂട്ടിയോജിപ്പിക്കുന്നത്. ഈ സർക്യൂട്ട് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ 12 വോൾട്ട് DC നൽകുന്നതിന് വേണ്ടി വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഒരു കപ്പാസിറ്റീവ് ഡ്രോപ്പർ പവർ സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. ഇത്തരം പവർ സപ്ലൈകളെ പറ്റിയും പ്രവർത്തനത്തെ പറ്റിയും എല്ലാം മുൻപ് പല വീഡിയോകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ വോൾട്ടേജ് കുറയ്ക്കുന്നത് 684, 450 വോൾട്ട് എന്ന നമ്പറിലുള്ള ഒരു പോളിസ്റ്റർ കപ്പാസിറ്ററാണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന തത്വപ്രകാരമാണ് ഈ കപ്പാസിറ്റർ ഇവിടെ പ്രവർത്തിക്കുന്നത്. കപ്പാസിറ്റർ വഴി വരുന്ന AC-യെ DC ആക്കി മാറ്റുന്നതിന് വേണ്ടി 1N4007 എന്ന നമ്പറിലുള്ള 4 ഡയോഡുകൾ ഉപയോഗിച്ച് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിച്ചിട്ടുണ്ട്. ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് ന്യൂട്രൽ ലൈൻ വരുന്നത് ഒരു 10 ohms 1 വാട്ട് റെസിസ്റ്റർ വഴിയാണ്. സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നാൽ ഒരു ഫ്യൂസിനെ പോലെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ വളരെ കുറഞ്ഞ വാല്യൂള്ള ഒരു റെസിസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിലെത്തുന്ന DC-യെ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടി 220 ohm 1 വാട്ട് റെസിസ്റ്റർ വഴി കടത്തിവിടുന്നു. ഇത് കറന്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ റെസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിലെത്തുന്ന DC-യെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 12 വോൾട്ടിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഒരു 12 വോൾട്ട് 1 വാട്ടിന്റെ സെന ഡയോഡ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. സെന ഡയോഡ് റിവേഴ്സ് ബയാസിലാണ് ഇവിടെ കണക്ട് ചെയ്യുക.
ഇതൊരു വോൾട്ടേജ് റെഗുലേറ്ററായി പ്രവർത്തിക്കുന്നു. ഇവിടെ നമ്മൾ ഏത് വാല്യൂവിലുള്ള എത്ര വോൾട്ടിലുള്ള സെനർ ഡയോഡ് ഉപയോഗിക്കുന്നോ അതിനനുസരിച്ചുള്ള വോൾട്ടേജ് ആണ് ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുക. ഇങ്ങനെ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിലെത്തുന്ന 12 വോൾട്ട് ഡിസിയെ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടി 470 മൈക്രോ ഫാരഡ് 25 വോൾട്ടിന്റെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോൾ പൊളാരിറ്റി മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സർക്യൂട്ട് ഡയഗ്രത്തിലുള്ളതുപോലെ തന്നെ കമ്പോണന്റുകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. AC കോഡ് വയറിൽ നിന്നുള്ള ന്യൂട്രൽ ലൈൻ നേരിട്ട് ബൾബിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ബൾബിൽ നിന്നും വരുന്ന രണ്ടാമത്തെ വയർ കണക്ട് ചെയ്തിരിക്കുന്നത് റിലേയുടെ നോർമലി ഓപ്പൺ പിന്നിലേക്കാണ്. ഫേസ് വയർ റിലേയുടെ കോമൺ പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കപ്പാസിറ്റീവ് ഡ്രോപ്ലർ പവർ സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി 684 450 വോൾട്ടിന്റെ ഒരു പോളിസ്റ്റർ കപ്പാസിറ്റർ ഫേസ് ലൈനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സർക്യൂട്ടിലേക്കുള്ള സപ്ലൈ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിൽ ഒരു കൂടിയ ചാർജ് സ്റ്റോറായി നിൽക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടി കപ്പാസിറ്ററിന് പാരലായി 1 മെഗാ ഓംസിന്റെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. AC-യെ DC ആക്കി മാറ്റുന്നതിന് വേണ്ടി 1N4007 എന്ന നമ്പറിലുള്ള ഡയോഡുകൾ ഉപയോഗിച്ച് ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിച്ചിട്ടുണ്ട്. റെക്ടിഫയറിലേക്കുള്ള ന്യൂട്രൽ ലൈൻ വരുന്നത് 10 ഓംസ് 1 വാട്ടിന്റെ റെസിസ്റ്റർ വഴിയാണ്. റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിലെത്തുന്ന DC-യെ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കറന്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. കറന്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിലെത്തുന്ന DC-യെ 12 വോൾട്ട് ആക്കി റെഗുലേറ്റ് ചെയ്ത് നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെ ഒരു സെനർ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള DC-യെ ഫിൽട്ടർ ചെയ്ത് നല്ല DC ആക്കി മാറ്റുന്നതിന് വേണ്ടി 470 മൈക്രോ ഫാരഡിന്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. 12 വോൾട്ട് പോസിറ്റീവ് ലൈൻ നേരിട്ട് റിലേ കോയിലിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ കോയിലിന്റെ രണ്ടാമത്തെ എൻഡ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് BC547 ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലേക്കാണ്. റിലേയിലേക്കുള്ള സപ്ലൈ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബാക്ക് EMF-നെ ഒഴിവാക്കുന്നതിന് വേണ്ടി കോയിലിന് പാരലായി റെക്ടിഫയർ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നു. 12 വോൾട്ട് നെഗറ്റീവ് ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത് ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററിലേക്കാണ്. ബേസിലേക്കുള്ള വോൾട്ടേജ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോസിറ്റീവിൽ നിന്നും 220K പ്രീസെറ്റും നെഗറ്റീവിൽ നിന്നും LDR-ഉം കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ലൈറ്റിനെ സെൻസ് ചെയ്യുന്നത് LDR ആണ്. ഇനി നമുക്ക് ഈ സർക്യൂട്ടിലേക്ക് സപ്ലൈ നൽകി പ്രവർത്തനം ഒന്ന് നോക്കാം. സർക്യൂട്ട് 230 വോൾട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. LDR-ൽ പ്രകാശം തട്ടുന്നത് കൊണ്ടാണ് ഇവിടെയുള്ള ബൾബ് ഓൺ ആവാത്തത്. ഇനി നമുക്ക് LDR ഒന്ന് മറച്ചു നോക്കാം. LDR മറയ്ക്കുന്ന സമയത്ത് ഇവിടെയുള്ള ബൾബ് ഓൺ ആവുന്നതായി നമുക്ക് കാണാം. ഇവിടെയുള്ള പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എത്രത്തോളം രാത്രിയാവുമ്പോൾ ഈ ബൾബ് ഓൺ ആവണമെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ സർക്യൂട്ട് നിർമ്മിച്ചു നോക്കാൻ താല്പര്യമുള്ളവർ സർക്യൂട്ട് ഡയഗ്രാം സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഡയഗ്രത്തിലുള്ളതുപോലെ തന്നെ കമ്പോണന്റുകൾ കണക്ട് ചെയ്താൽ മതി. നേരിട്ട് 230 വോൾട്ട് കൈകാര്യം ചെയ്യുന്ന സർക്യൂട്ട് ആയതിനാൽ ഇത് നിർമ്മിക്കുമ്പോൾ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്.